ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബൈക്ക് റേസ് കാണാനായിട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ ബീച്ച് റേസ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യത്തെ ഡേർട്ട് റേസാണ്. സോ ആ ബീച്ച് റേസ് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസും എക്സൈറ്റ്മെന്റ്സും ഒക്കെ തന്നിരുന്നു. അപ്പൊ ഈ ഡേർട്ട് റേസും കൂടി ആകുമ്പോഴോ ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയി കാണാനായിട്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം റേസസിനുള്ള വണ്ടി ട്രയൽസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ കുറെ വണ്ടികൾ ട്രാക്കിലുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. ബാക്കി കാഴ്ചകൾ നമുക്ക് ട്രാക്കിൽ കാണാം. അങ്ങനെ നമ്മുടെ ട്രാക്കിലേക്ക് എത്തിയത് അവിടെ ട്രയൽസ് നമ്മൾ അതിന്റെ ബഹളവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ ബീച്ച് റേസ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ഡേർട്ട് റേസ് ആണ്. സോ അതിന്റെ ഇമ്പാക്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെ കാട്ടി 100 മടങ്ങ് ഇരട്ടിയായിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. ഇതിന്റെ കാണുമ്പോൾ നിങ്ങൾ നല്ല എക്സൈറ്റഡ് ആവുന്ന എനിക്ക് ഉറപ്പാണ്. നമുക്ക് കാണാം. A few moments later. ഇത്ര നേരം കാത്തിരുന്ന് നമ്മുടെ റേസ് ഇതാ തുടങ്ങാൻ പോവാണ്. അതിന്റെ അനൗൺസ്മെന്റ് തുടങ്ങുന്നത് എല്ലാ റൈഡേഴ്സും റെഡി ആയിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് സ്റ്റാർട്ട് ചെയ്തു. അടുത്തതായി ട്രാക്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗിയർലെസ് സ്കൂട്ടേഴ്സിന്റെ റേസ് ആണ്. ഒന്ന് കണ്ടു നോക്കിയാൽ ഹെൽമെറ്റിന്റെ ഹുക്കിട്ടില്ല. ജമ്പ് നോക്കണമല്ലോ.
പോര ചേച്ചിയിൽ ഇത് കൊള്ളാം, കുഴപ്പമില്ല. ഇത് കൊള്ളാം. ഷാജി സ്ഥലം വൈപ്പിനാണ്. വൈപ്പിൻ പെട്ടെന്നാണ് റേസിനൊക്കെ ഇറങ്ങാൻ ഞാൻ 2017 ഓടിക്കാൻ തുടങ്ങിയതാണ്. സ്റ്റോക്ക് തന്നെ. സ്റ്റോക്ക് തന്നെ. ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡേർട്ട് റേസ് തന്നെയാണോ അതോ ബീച്ച് റേസ് ആയിരുന്നു ഞാൻ കൂടുതലും ചെയ്തിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബീച്ച് റേസിന് ഉണ്ടായിരുന്നു? 4th പ്ലേസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ബീച്ച് റേസ്. ഇന്നത്തെ പ്രൈസില് 4th തന്നെ അടിച്ചു. അതിന് മുമ്പ് 3rd അടിച്ച്. പിന്നെ നാട്ടികയില് ഒരു 2nd 3rd അടിച്ച്. പിന്നെ നാട്ടിക തന്നെ വേറൊരു റേസിൽ 3rd അടിച്ചായിരുന്നു. ബീച്ച് റേസ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റിയായിരുന്നു. അപ്പൊ ഇവിടെ ഈ റേസിൽ എങ്ങനെയാണ്? ഇതാണ് ഞാൻ ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഈ ട്രാക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്ന ട്രാക്കാണ്. ടൂ സ്റ്റോക്ക് ഏത് ലെവലിലാണ് ഓടണേന്നൊന്നും പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് ഇപ്പൊ മട്ട് ഓടിച്ചിട്ടുണ്ട്. മട്ട് ഓടിച്ചിട്ടുണ്ടെന്നുള്ള, പക്ഷെ ടൂ സ്റ്റോക്ക് ആയിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് ടൂ സ്റ്റോക്ക് ആയിട്ട് മട്ടിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് ഗ്യാപ്പ് ആയിട്ടുണ്ട്. ട്രയലൊക്കെ ചെയ്ത് നോക്കിയായിരുന്നോ? ഇല്ല, ട്രയൽ അടിക്കാൻ കിട്ടിയിട്ടില്ല. എന്നാലും ഓടിക്കാൻ പറ്റുന്നുള്ളൊരു കൺവെർട്ട് ഇതില് വന്ന് ഓടിക്കാൻ സെറ്റായിട്ട് നിൽക്കുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട്. ഇക്കപ്പ എത്ര നാളായി റേസിംഗ് എന്ന ഫീൽഡിലൊക്കെ വന്നിട്ട്? ഞാനിപ്പോ സത്യം പറഞ്ഞാലൊരു 10 കൊല്ലം മുമ്പ്, മീൻസ് ഇവിടെ നിന്ന് ഒരു 10 കൊല്ലം മുമ്പ് ഇവന്റ് ഓടിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അന്നൊരു ചെറിയ ഇഞ്ചുറി ഒക്കെ പറ്റി ഒരു ബ്രേക്ക് എടുത്ത് 10 കൊല്ലം കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്തേക്കോ. ഇപ്പൊ ഒന്ന് റാലിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഹിമാലയ റാലി ഒരു കാറ്റഗറി ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോ സ്പ്രിന്റ് റാലി ചാമ്പ്യൻഷിപ്പ് ഒരെണ്ണം പൂനെ നടന്ന ഇവന്റിൽ അതിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ റേസുകളൊക്കെ ഇപ്പൊ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ ഓടിച്ചത് റോയൽ എൻഫീൽഡ് കാറ്റഗറി ഓടിച്ചിരുന്നത്. അതിലിപ്പോ ഇന്ന് 2nd ഉണ്ട് ഇവിടെ. വർക്ക്ഷോപ്പാണ്, വർക്ക്ഷോപ്പ് ഫീൽഡാണ്. നമ്മുടെ കുട്ടികളുടെ വണ്ടികളുടെ പണിയാണ് അതിന്റെ കൂടെ ഓടിക്കുന്നത്. ആ ഒരു ഇതിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. വെണ്ണല അറക്കക്കടയിലാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. ഇന്നത്തെ എക്സ്പീരിയൻസ് നല്ലൊരു ട്രാക്കാണ്. ഇപ്പൊ രാവിലെ ഞങ്ങൾ പ്രാക്ടീസ് നോക്കിയപ്പോൾ കുറച്ച് സ്ലിപ്പിംഗ് ആയിരുന്നു ട്രാക്ക്. വെയിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ട്രാക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി. നല്ല ഫാസ്റ്റ് ആയ ട്രാക്ക്. എന്തായാലും അടിപൊളി ട്രാക്കാണ്, നല്ല ട്രാക്കാണ്. അത്യാവശ്യം കാണാനും ഒക്കെ ആൾക്കാരുണ്ട്. നല്ലൊരു ഇവന്റും ആണ്. അപ്പൊ ഓവറോൾ ഇന്നത്തെ ഇവന്റിനെ കുറിച്ച് എന്തായിരിക്കും? ഇന്നിപ്പോ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും ഇന്ത്യയിൽ തന്നെയുള്ള ഒരുമാതിരിപ്പെട്ട പ്രൊഫഷണൽ ആയിട്ടുള്ള റൈഡേഴ്സ് ഫുള്ള് ട്രാക്കിലുണ്ട്. അവർ ഓടിക്കുന്ന കാറ്റഗറി മോട്ടോക്രോസ്, ഫോറിൻ ഓപ്പൺ കാറ്റഗറി അവർ ഫോക്കസ് ചെയ്യുന്നത്. നല്ലൊരു ഇവന്റ് ആണ്. എല്ലാവരും ഉള്ളത് കാരണം നല്ല കളറായിട്ടുള്ള ഇവന്റ് ആണ്. അടിപൊളിയാണ്. താങ്ക് യു. സോ ഹായ് ഗൈസ്, നമ്മുടെ ഇന്ന് ബൈക്ക് റേസിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരെയാണ്. നമ്മൾ ഒരുപാട് പേരുടെ വീഴ്ചകളും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ കണ്ടിരുന്നു. കൂടാതെ നമ്മുടെ ഇപ്രാവശ്യത്തെ ബൈക്ക് റേസിൽ ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് കിഡ്സിന്റെ സെഗ്മെന്റ് ആയിരുന്നു. സോ അത് ശരിക്കും പറഞ്ഞാൽ വാവ് തന്നെ പറയാം. കാരണം അത്ര മാത്രം എനർജറ്റിക് ആയിരുന്നു അവരുടെ പെർഫോമൻസ്. ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഞാനത്. സോ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു വാവ് ഫാക്ടർ തന്നെയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അതേപോലെ നമ്മൾ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2-3 റേസേഴ്സിന്റെ എക്സ്പീരിയൻസസ് അതൊക്കെ നമ്മൾ അറിഞ്ഞു. സോ ശരിക്കും പറഞ്ഞ ഓവറോൾ ഒരു ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്കും ഈ ഒരു റേസ്. സോ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ബൈക്ക് റേസിന് വിശേഷം. സോ ബാക്കി നമ്മുടെ പുതിയ വീഡിയോ നമ്മൾ കൊച്ചിൻ കാർണിവലിന്റെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ.